Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹിയർ വൺസ് അഗൈൻ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഹിയർ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് പോത്തോസിനെ കുറിച്ചാണ് പറയാൻ പോണേട്ടാ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പോത്തോസ് അഥവാ നമ്മുടെ മണി പ്ലാന്റ്. അപ്പോൾ ഞാനിത് എൻ്റെ തേർഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഈ ഒരു മണി പ്ലാന്റ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിത് വാങ്ങിക്കുമ്പോൾ ചെറിയ ഒരു 4 to 5 ലീവ്സേ ഈ മണി പ്ലാന്റിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 1 month ആയിട്ടുണ്ട്. 1 month ആയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയും നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെല്ലാവരും അതെ, ഞാനാണെന്നറിയില്ല എങ്കിലും ബാക്കിയുള്ളവരും അതെ, ഈ ഒരു കുഞ്ഞു മണി പ്ലാന്റ് ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഗാർഡനിങ്ങിനോടുള്ള ആ ഒരു ഭ്രാന്തൊക്കെ നമുക്ക് തുടങ്ങണത്. ഞാൻ ഫസ്റ്റിലെ വാങ്ങിച്ച പോത്തോസാണ് ആ അറ്റത്തിരിക്കണത് കണ്ട, ആ ഹാങ് ചെയ്തിരിക്കുന്ന പോത്തോസ്. അതിനുശേഷമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോത്തോസ് വാങ്ങിച്ചത്. പക്ഷേ എങ്കിലും എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടം ഇതിനോടാണ്. ഇതിനാണ് ഞാൻ ഇത്തിരി കൂടെ എന്താ പറയുന്നത് കെയർ ചെയ്യണത്. അതിന് കെയർ കൊടുക്കണമെന്നില്ല, എങ്കിലും നമ്മൾ ഓവർ കെയറിങ് അതിന് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ പിന്നെ ഇത്തിരി ഞാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ പോത്തോസിന് നല്ല തിക്കായിട്ടൊക്കെ വളരാനൊക്കെ ചെയ്യേണ്ട ടിപ്സും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഈ ഒരു പോത്തോസ് ആണ് കേസ്. അപ്പം ഞാൻ ഫസ്റ്റിലേ വാങ്ങിച്ച പോത്തോസ് ഇതിപ്പോൾ നല്ല അത്യാവശ്യത്തിൽ തിക്കിൽ നമുക്ക് നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പോത്തോസിൽ നിന്നാണ് ഞാൻ ഫസ്റ്റിലേ എൻ്റെ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേസ്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് കൂടുതൽ ഇത് കണ്ട, ഇത് എത്ര ബുഷിയായിട്ടാണ് ഈ പോത്തോസ് വന്നേക്കണേന്ന് നോക്കി. സ്പേസ് ഇല്ലാണ്ട് ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കേസ്. ഇനിയിപ്പോൾ കുറേ പുതിയ ഇലകളൊക്കെ വന്നേക്കണതൊക്കെ താഴേക്ക് വരാൻ സൗകര്യമില്ലാത്ത രീതിയിൽ ഇരിക്കണം കേട്ടോ കേസ്. അപ്പോൾ അതും കൂടെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യണം കേസ്. ഇത് കണ്ട, ഞാനിതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം. ലെങ്ത്ത് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും കണ്ട, അത് ഈ ഇത്രയും ഹൈറ്റിലുണ്ട്, നല്ല ഒരു തിക്കായിട്ട് വളർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കേസ്. അപ്പോൾ പിന്നെ എനിക്കിത് ഈ 2 പോത്തോസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോത്തോസ് കേട്ടോ കേസ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വ്ളോഗിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി പോത്തോസൊക്കെ എല്ലാം ചെറുത് റൂമിലൊക്കെ നമുക്ക് പോട്ടിലൊക്കെ കുഞ്ഞി പോട്ടിലൊക്കെ വെക്കണം, അങ്ങനത്തെ രീതിയിലുള്ള പോത്തോസാണ് കേട്ടോ കേസ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് അങ്ങനെ പരിചരണം കൊടുക്കുന്നില്ല. വല്ല 2 ഡേയ്സോ അല്ലെങ്കിൽ 3 ഡേയ്സോ കൂടുമ്പോൾ ഞാൻ വാട്ടറിങ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇതിനകത്ത് ഓൾറെഡി വല്ല വൺസ് മന്ത് പോലെ അല്ലെങ്കിൽ ട്വൈസ് മന്ത് പോലെയൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഇത് കണ്ടില്ലേ, ഇത് നോക്കി, ഇത് നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല തിക്കായിട്ട് നമുക്കിത് കുറേ പുതിയ ഇലകളൊക്കെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റിലേ വാങ്ങിച്ച പ്ലാന്റിങ് മേഖലയിലേക്ക് വരാൻ നേരത്ത് ഞാൻ ഫസ്റ്റിലേ വാങ്ങിച്ച 1 of the ബെസ്റ്റ് പ്ലാന്റ് ആണ് ഗൈസ്. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് കൂടുതലും എനിക്ക് പ്ലാന്റിങ്ങിനോടൊക്കെ താല്പര്യമായതും ഒരുപാട് ന്യൂലി പ്ലാന്റ്സ് ഒക്കെ എനിക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു ടെൻഡൻസി എനിക്ക് അങ്ങോട്ട് വന്നത് കേട്ടോ ഗൈസ്. ഇത് കണ്ട ഗൈസ്. അപ്പോൾ നമുക്കത് ഈ ഒരു പോത്തോസ് എന്ത് രസമാണല്ലേ, നമുക്ക് ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ ഹാങ് ആയിട്ടിരിക്കണം കാണാൻ. നല്ല ബുഷിയായിട്ട് പുതിയ ചെടികളും ഇലകളൊക്കെ അതിനകത്ത് വന്ന് നല്ല സൂപ്പറായിട്ടിരിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിതിന് എന്ത് കെയറാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസത്തിലൊരിക്കലായിട്ട് കുറച്ച് ചാണകപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കും. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് ചാണകപ്പൊടി അതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോഴേക്കേ ഞാൻ വെള്ളം നനക്കുള്ളൂ. ജസ്റ്റ് നമ്മൾ വെള്ളം ഇതിനകത്ത് അടിക്കാൻ നേരത്ത് നമ്മൾ ഓസ് കൊണ്ട് ഭയങ്കര ഫോഴ്സിൽ നമ്മൾ അടിക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരുപാട് വെള്ളം അതിനകത്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീവ്സൊക്കെ പെട്ടെന്ന് ചീത്തായി പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മര്യാദക്ക് പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് മനോഹരമായിട്ടിരിക്കണം നോക്കിയേ.
സോ ഗൈസ്, ഇതേപോലെ തന്നെ നമ്മുടെ ചട്ടി നല്ല പുഷാക്കിയിട്ട് നല്ലോണം നല്ല തിക്കിലൊക്കെ നമ്മുടെ മണി പ്ലാന്റ് വളർത്താൻ നമുക്ക് ചുരുങ്ങിയ കുറച്ച് സമയം കൊണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട്, കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടിയും വെള്ളോട്ടാണ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു രൂപത്തിലൊക്കെ ആക്കാം. നല്ല രസമായിരിക്കുള്ളൂ നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്തിടാൻ നേരത്ത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയത്തുണ്ട് ഗൈസ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് നന്ദാസ് ദീപോ സൈനിങ് ഓഫ് ആൻഡ് ലവ് യു ആൻഡ് ബൈ.